നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയുടെ കടുത്ത മുന്നറിയിപ്പാണ് പുറത്തു വരുന്നത്. അതായത് പോയ വർഷം ടെലിഗ്രാം ആപ്പ് വഴി തീവ്രവാദ പ്രചരണം നടത്തിയ 6824 ചാനലുകൾ അടച്ചുപൂട്ടുകയും 1 കോടിയിലധികം തീവ്രവാദ ഉള്ളടക്കങ്ങൾ ടെലിഗ്രാമിന്റെ സഹകരണത്തോടെ നീക്കം ചെയ്യുകയും ചെയ്തതായി ഗ്ലോബൽ സെന്റർ ഫോർ കോംബാറ്റിംഗ് എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജി അഥവാ ഇത്തിദാൽ അറിയിക്കുകയുണ്ടായി. 2022 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ 3 തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ 3616 ചാനലുകളിലൂടെ പ്രചരിപ്പിച്ച 8 കോടിയിലധികം തീവ്രവാദ ഉള്ളടക്കങ്ങൾ നിരീക്ഷിച്ച് നീക്കം ചെയ്യുന്നതിൽ വിജയിച്ചതായും ഇത്തിദാൽ വ്യക്തമാക്കി. അൽ ഖ്വയ്ദ, ഐസിസ്, ഹയാത്ത് തഹ്രീർ അൽ-ഷാം എന്നീ സംഘടനകളുടേതായിരുന്നു ഇവ. ഇതിൽ 2654 ചാനലുകളിലൂടെ പ്രസിദ്ധീകരിച്ച 4 കോടിയിലധികം തീവ്രവാദ ഉള്ളടക്കങ്ങളുമായി ISS ആയിരുന്നു പ്രചാരണങ്ങളിൽ മുന്നിൽ. 7003 ചാനലുകളിലൂടെ പ്രസിദ്ധീകരിച്ച 3 കോടിയിലധികം തീവ്രവാദ ഉള്ളടക്കവുമായി ഹയാത്ത് തഹ്രീർ അൽ-ഷാം രണ്ടാമതെത്തി. ഫെബ്രുവരി 21 മുതലാണ് ഇത്തിദാലും ടെലിഗ്രാമും തമ്മിലുള്ള തീവ്രവാദ വിരുദ്ധ സഹകരണം തുടങ്ങിയത്. അതുമുതൽ 2022 ഡിസംബർ അവസാനം വരെ അറബി ലാംഗ്വേജിലുള്ള വീഡിയോകൾ, ടെക്സ്റ്റ് സന്ദേശങ്ങൾ, PDF ഫയലുകൾ, ശബ്ദ സന്ദേശങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള 1 കോടിയിലധികം തീവ്രവാദ കണ്ടന്റുകളാണ് ടെലിഗ്രാമിൽ നിന്നും നീക്കം ചെയ്തത്. ടെലിഗ്രാം ഉപയോക്താക്കളെ തീവ്രവാദത്തിന്റെ അപകട സാധ്യതകളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും പ്ലാറ്റ്ഫോമിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സഹകരണമെന്നും അധികൃതർ അറിയിച്ചു. അതോടൊപ്പം തന്നെ സൗദിയിൽ ഓൺലൈൻ വഴിയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരായ നിരീക്ഷണം ശക്തമാക്കിയതിന് മുന്നോടിയായിട്ട് സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നിരവധി പേരെ സുരക്ഷാ ഏജൻസികൾ കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തിരുന്നു. തീവ്രവാദവുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കും സംഘടനകൾക്കും സാമ്പത്തിക സഹായം നൽകിയതായി കണ്ടെത്തിയ വ്യക്തികൾക്കും സംഘടനകൾക്കും കമ്പനികൾക്കുമെതിരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളും അധികൃതർ സ്വീകരിച്ചിരുന്നു. അതേസമയം സൗദി അറേബ്യയിലെ മിക്ക ഡയറി കമ്പനികളും അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില 33% വരെ ഉയർത്തി. ജനുവരി 1 ഞായറാഴ്ച മുതലാണ് കമ്പനികൾ പാൽ ഉൽപ്പന്നങ്ങളുടെ വില ഉയർത്തിയത്. സൗദി ഡയറി ഭീമനായ അൽ മറായി ഉൾപ്പെടെയുള്ള കമ്പനികൾ ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഉയർത്തിയതോടെ ഉപഭോക്താക്കൾ പ്രതിസന്ധിയിലായി. ഞായറാഴ്ച മുതൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ച കാര്യം അൽ മറായി അതിലൂടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെ അറിയിച്ചിട്ടുണ്ട്. 3 പ്രധാന കാരണങ്ങളാണ് വർധനവിന് കാരണമായി കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഉൽപ്പാദന ചേരുവകളുടെ ഉയർന്ന വില, കാലിത്തീറ്റയുടെ വില വർധന, കയറ്റുമതി ചെലവിലെ വർധന എന്നിവയാണ് 3 കാരണങ്ങൾ. ഈ ഘടകങ്ങൾ സമീപകാലത്ത് ഉൽപ്പാദന ചെലവിൽ വൻ വർധനവിന് കാരണമായെന്നും ഉയർന്ന ചിലവിന്റെ ഒരു ഭാഗം നികത്താൻ ഏതാനും പാലുൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ തരമില്ലെന്നുമാണ് കമ്പനികളുടെ വിശദീകരണം. നേരത്തെ 1.5 റിയാലിന് വിറ്റിരുന്ന പാൽ ഉൽപ്പന്നങ്ങളുടെ വില 2 റിയാലായാണ് ഉയർത്തിയിരിക്കുന്നത്. ഉപഭോക്താക്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ പാലുൽപ്പന്നങ്ങളുടെയും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്തിമ ഉപയോക്താവിനുള്ള വിലയിലെ വർധനവ് ചില ഉൽപ്പന്നങ്ങളിൽ ഏകദേശം 33%.